നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോദിയെ കണ്ടാൽ നട്ടെല്ല് വളയ്ക്കും, എന്നാൽ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാലോ മോദിക്കെതിരെ കവലപ്രസംഗങ്ങൾ നടത്തും. ഇരട്ടച്ചങ്കൻ എന്നാണ് വെയ്പ്പ്. പക്ഷേ ഒറ്റ ചങ്ക് പോലുമില്ല. മോദിയെ കണ്ടാൽ ആ ചങ്ക് നിറയെ ഓട്ടയാണ്, തൊളയാണ്. പിണറായിക്കെതിരെ ഏറ്റവും വലിയ പരിഹാസവും വിമർശനവും മോദിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് മോദിയുടെ തോളിൽ കൈയിട്ടാണ് പിണറായി നടക്കുന്നത്. എന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മോദിയെ എനിക്ക് കണ്ടുകൂടാ, മോദി കേരളത്തെ ദ്രോഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഇരട്ടച്ചങ്കന്റെ ഇരട്ടത്താപ്പ് പൊളിച്ചെടുക്കുകയാണ് ഇപ്പോൾ. കേരളം കൂടുതൽ തകരട്ടെ എന്നതാണ് ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പരസ്യമായി കാസർഗോഡ് ആരോപിച്ചത് കേരളത്തിന് ഭൂഷണമാണോ? 10 വർഷത്തോളം കേന്ദ്ര സർക്കാരുമായി കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സമരപ്പെട്ട് ഭരണം കൈയാളിയ ഒരു മുഖ്യമന്ത്രി പടിയിറങ്ങാറായ ഘട്ടത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നതിന്റെ ഔചിത്യം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് പിണറായി വിജയന് മോദിയുമായുള്ള ബന്ധത്തെ പൊളിച്ചടുക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ രാഷ്ട്രീയ സംവാദങ്ങൾ അവസാനിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങൾ ആരും ചർച്ചയ്ക്കെടുക്കാറില്ല. ഒരു പാർട്ടിക്കും താല്പര്യവുമില്ല. ചർച്ചയ്ക്ക് തിരികൊളുത്തേണ്ട BJP ആകട്ടെ കുംഭകർണ സേവയിലാണ്. അതിന്റെ കേരളത്തിലെ മേധാവി ഈ നാട്ടുകാരനെ അല്ല എന്ന ഭാവത്തിലാണ്. മുഖ്യമന്ത്രി കാട്ടുന്നത് കടുത്ത വഞ്ചനയല്ലേ, നന്ദികേടല്ലേ? മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി താരതമ്യം ചെയ്താൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചൂഴ്ന്നു നിൽക്കുന്ന ശതകോടികളുടെ അഴിമതി കേസുകൾ എടുത്താൽ ഈ മുഖ്യമന്ത്രിയും കുടുംബവും എത്ര കാലം കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വരുമായിരുന്നു എന്ന് പച്ചയ്ക്ക് വിളിച്ചു ചോദിക്കുകയാണ് ശക്തിധരൻ. അങ്ങനെ പിണറായിയെ സംരക്ഷിച്ചു പോകുന്ന മോദിയെ ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടി ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് ശക്തിധരൻ വെട്ടിത്തുറന്നു പറയുന്നു. നന്ദിയുടെ കണികയെങ്കിലുമുള്ള ഒരു മനുഷ്യൻ പറയാവുന്നതാണോ ഇതെല്ലാം? ഏതാനും മാസം മുൻപല്ലേ കേന്ദ്ര ധനമന്ത്രിയെയും കേരള ഗവർണറെയും അസാധാരണമാം വിധം പ്രാതലിന് ദില്ലിയിൽ ക്ഷണിച്ച് അതീവ രഹസ്യ ചർച്ച നടത്തിയത്. ഒരു പ്രോട്ടോകോളും നോക്കാതെ നടത്തിയ ആ ചർച്ചയുടെ ഉള്ളടക്കം മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ഇതേവരെ വെളിപ്പെടുത്താതെ അതീവ രഹസ്യമാക്കി വെക്കുന്നത് കേരളത്തെ കൂടുതൽ തകർക്കാനുള്ള കേന്ദ്രത്തിന്റെ രഹസ്യ അജണ്ടയുടെ ഭാഗമാണോ? അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ മുഖ്യമന്ത്രി? 10 വർഷം കൊണ്ട് സ്വന്തം മക്കളെ ശതകോടീശ്വരന്മാർ ആക്കിയ മുഖ്യമന്ത്രിക്ക് അന്വേഷണ ഏജൻസികളുടെ പടിവാതിൽക്കൽ അല്ലാതെ ഒരു ദിവസമെങ്കിലും കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇതേ പ്രധാനമന്ത്രിയുടെ കാല് നക്കിയതുകൊണ്ടുള്ള നേട്ടമല്ലേ ഇത്? എന്നിട്ട് ചരിത്ര പ്രസംഗം നടത്തുന്നു. ലജ്ജ തോന്നുന്നില്ലേ? ഇങ്ങനെ പച്ചയ്ക്ക് ചോദിക്കുന്നതായിരുന്നു ശക്തിധരന്റെ പോസ്റ്റ്. ശക്തിധരന്റെ പോസ്റ്റിന് താഴെയോ പിണറായിയെ എടുത്തിട്ട് അലക്കുന്ന മറ്റു കമന്റുകളും. അതിങ്ങനെയാണ്: ആർക്ക് ലജ്ജ? സ്വന്തം പേര് എഴുതി കാണിച്ചപ്പോൾ അതല്ല എൻ്റെ പേര് എന്ന് മാലോകരുടെ മുൻപിൽ ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ PVക്ക് എന്ത് ലജ്ജ, എന്ത് മാന്യത? കോൺഗ്രസിനെ വകവരുത്താൻ വേണ്ടി മോദിയുടെ ആശീർവാദവും പിന്തുണയും വേണ്ടുവോളവും സാധുക്കളായ വോട്ടർമാരുടെ മനസാക്ഷി അംഗീകാരം അവരുടെ സ്വമനസാലയും പിടുങ്ങി കോവിഡ് സാമൂഹ്യ അകല കാലത്തും മാമാങ്കം നടത്തി രാജാവിനെ പോലെ വാണരുളാൻ അവസരം ലഭിച്ച കേരളദാസൻ കളമൊഴിയാൻ കാലമായപ്പോൾ ജനങ്ങളോട് മൂങ്ങി കേന്ദ്രത്തെ പഴി പറഞ്ഞൊഴിയാൻ നോക്കിയാൽ ജനം പുറങ്കാലുകൊണ്ട് തൊഴിച്ച് ആ മോഹം വിഴിഞ്ഞത്തെ കടലിലൊഴുക്കും. വിശുദ്ധ തോമാസ് ലീഹയ്ക്ക് ശേഷം വലിയ അത്ഭുത പ്രവർത്തനങ്ങൾ കാണിച്ചത് കാരണഭൂതം പിണറായി വിജയനാണ്. ലോകം വലിയ അത്ഭുതത്തോടു കൂടിയാണ് ഇതെല്ലാം നോക്കിക്കാണുന്നത്. ഇല്ല, ലജ്ജ തോന്നത്തില്ല. കാണ്ടാമൃഗത്തിൻ്റെ അത് ഒലിക്കട്ടി. എല്ലാം അധികാരത്തിനും സ്വന്തം മക്കളുടെ ഭാവിയെ കരുതിയുമാണ്. ഇത്രയും നാണവും മാനവും ഇല്ലാത്ത ഒരു വർഗം ലോകത്തിൽ എവിടെയും കാണില്ല. ഇവരുടെ ഉച്ഛിഷ്ടം പറ്റുന്നവരല്ലാതെ ഒരാളും ഇവരെ ഇതുപോലെ പിന്നാലെ നടക്കില്ല. ഇവരുടെ വീട്ടിൽ വളരുന്ന കുട്ടികളുടെ കാര്യത്തെപ്പറ്റി ഓർക്കുമ്പോൾ അതിലും കഷ്ടം. വേറെ ലോകം ഉണ്ടോ എന്ന് പോലും അറിയാതെ അടിമകളായി പോകുന്നു. മോദിയുടെ കാല് നക്കി അനുവാദം വാങ്ങാതെ ഇങ്ങനെ തട്ടിവിടാനുള്ള ചങ്കൂറ്റമൊന്നും പിണറായി വിജയനില്ല. തുടങ്ങിയ ഒരുപാട് കമന്റുകളാണ് ഇത്തരത്തിൽ പിണറായി വിജയന് നേരെ പലരും കുറിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി നടത്തിയ അതായത് 4ാം വാർഷിക സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗമായിരുന്നു
ശക്തിധരൻ എടുത്തിട്ട് അലക്കിയത്. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: കേരളത്തിനെതിരെ തികച്ചും നിഷേധാത്മകമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. രണ്ടാം ഊഴത്തിലെ LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴായിരുന്നു കേന്ദ്രത്തിനെതിരെ പിണറായി പൊട്ടിത്തെറിച്ചത്. ആവശ്യമായ ഘട്ടങ്ങളിൽ വേണ്ട സഹായം നമുക്ക് ലഭിക്കാതെ പോയി. തീർത്തും നിഷേധാത്മകമായ നിലപാടുകൾ കേന്ദ്രത്തിൽ നിന്നുണ്ടായി. ലഭിക്കുന്ന സഹായം തടയുന്ന അവസ്ഥയുണ്ടായി. കേരളം തകരട്ടെ എന്ന മനോഭാവമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റേത്. ഇവയെല്ലാം അതിജീവിച്ച് കേരളം മുന്നേറുകയാണെന്നും ഓരോ മേഖലകളിലും കേരളം മികച്ചതാകുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തകാലത്ത് നാട് കാണിച്ച ഒരുമയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗം നടത്തിയത്. തകർന്നടിഞ്ഞുകിടന്ന നാടിന്റെ സാരഥ്യമാണ് ജനങ്ങൾ LDFനെ ഏൽപ്പിച്ചത്. ഈ നാടിനെ കാലോചിതമായി മാറ്റിത്തീർക്കണം. മറ്റു പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വികസനം ഈ നാടിന് വേണം തുടങ്ങിയ വലിയ ദൗത്യമാണ് ജനങ്ങളെ ഏൽപ്പിച്ചത്. ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങൾ, മാരകമായ പകർച്ചവ്യാധികൾ ഇവയെല്ലാം നാടിന് തകർച്ചയിലേക്ക് നയിക്കും വിധമായിരുന്നു. പക്ഷേ നമുക്ക് ഇവയെല്ലാം അതിജീവിച്ചേ മതിയാകുകയായിരുന്നുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിസന്ധികൾ വന്നപ്പോഴൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി അതിനെ നേരിട്ടു. പ്രതിസന്ധികളിൽ തളരാതെ സർക്കാർ മുന്നോട്ടു പോയി എന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. EMS മത്സരിച്ച് വിജയിച്ച മണ്ണിൽ തന്നെ 4ാം വാർഷികാഘോഷത്തിന് തുടക്കം കുറിച്ചതിൽ സന്തോഷമുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞിരുന്നു. തുടർന്നാണ് അദ്ദേഹം കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും ഒക്കെ നടത്തിയതും മോദിയെ കടുത്ത രീതിയിൽ വിമർശിക്കുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ പിണറായി വിജയൻ ചെയ്തത്. എന്നാൽ ഇത് വെറും ഗിമ്മിക്ക് മാത്രമാണ് എന്ന് ഈ കൂട്ടരോടൊപ്പം നിന്ന് പിന്നീട് പിണങ്ങി പുറത്തുപോയ പലരും പറയുകയാണ്. പിണറായി വിജയന്റെ നമ്പറുകൾ മാത്രമാണിതെല്ലാം. മോദി ഉള്ളതുകൊണ്ടാണ് പിണറായി വിജയൻ കുടുംബത്തോടെ ഇങ്ങനെ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ അകത്ത് കിടക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിണറായിയെ ഇങ്ങനെ വിട്ടുവെച്ചിരിക്കുകയാണ് മോദി. മോദിയുമായി ഒരു പാലമിട്ട് അതിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട് ഇരു കൂട്ടരും. പിണറായിക്ക് മോദിയും മോദിക്ക് പിണറായിയും ഭയ്യാമാരാണ് എന്നുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ വരികയാണ്. പിണറായി വിജയന്റെ ഗിമ്മിക്കിനെ പൊളിച്ചടുക്കിയായിരുന്നു ശക്തിധരൻ കുറിപ്പ് പങ്കുവച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.